ഇന്ന് തിരുവാതിര. ഈ വർഷം 2 ദിവസങ്ങളിലായിട്ടാണ് തിരുവാതിര വരുന്നത്. അപ്പം നമുക്ക് നാട്ടിലുള്ള പോലെ ആഘോഷിക്കാനൊന്നും പറ്റില്ല. എന്തായാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കൂവപ്പൊടി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് കൂവപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തു വെച്ച് അത് നെയ്യിൽ വഴറ്റിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശർക്കര വെള്ളത്തിൽ 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്രധാന താരം കൂവ അത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ശർക്കര ഉരുക്കിയതും എല്ലാം കൂടി നമ്മൾ ഉരുളിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അതിനുശേഷം കുറച്ച് നെയ്യിൽ വറുത്ത തേങ്ങ കൊത്ത് അതും കൂടി ഈ കൂവയിലേക്കിട്ട് നന്നായിട്ട് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കില്ലേ, കൂവ വിരകിയതെന്ന് നമ്മൾ നാട്ടിൽ പറയുക കേട്ടോ, പാലക്കാട്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ നമ്മുടെ പപ്പടം. നാട്ടിലെ പപ്പടമാണ് ശരിക്ക് പപ്പടം. ഇവിടെ കിട്ടുന്നതൊന്നും അത്ര നല്ല പപ്പടം എന്നല്ല. അങ്ങനെ അതും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടിയും പപ്പടവും കൂവ പായസവും ഒക്കെ കൂടിയിട്ട് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായി, മക്കൾക്ക് ഒക്കെ ഇഷ്ടമായി. എന്തായാലും സന്തോഷമായിട്ട് ഞങ്ങളുടെ തിരുവാതിര, ഒരു ചെറിയ സിമ്പിൾ തിരുവാതിര കഴിഞ്ഞു.